ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് എന്നുള്ള സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഏഷ്യൻ പെയിൻറ്റ്സിൽ ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഓൾവേസ് ഇൻ അപ് ട്രെൻഡിലാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്. ഏകദേശം 2021 ശേഷം സ്റ്റോക്ക് ചെറിയ രീതിയിലൊരു കൺസോളിഡേഷനിലേക്ക് പോയിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ് ഈ സ്റ്റോക്ക്. ഇന്ത്യയിലെ നമ്പർ 1 പെയിൻറ്റ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം ഏഷ്യൻ പെയിൻറ്റ്സിനെ. എനിവേ ഈ ഒരു സ്റ്റോക്ക് ഓൾവേസ് അപ് ട്രെൻഡ് ആണ്, പക്ഷേ 2021 ശേഷം ചെറിയ രീതിയിലൊരു കൺസോളിഡേഷനിലേക്ക് പോയിരിക്കുകയായിരുന്നു. നമുക്ക് ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഏരിയയിലൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനോടെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. മുകളിലത്തെ സൈഡിൽ ഇതായിരിക്കും സ്വല്പം ബെറ്റർ ആയിട്ടൊരു ട്രെൻഡ് ലൈന്. കാരണം ഇവിടെ വരുമ്പോഴെല്ലാം സ്റ്റോക്ക് മുകളിലേക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് പോകാറുണ്ട്. ഇപ്പോൾ ഈ ഏരിയയിലേക്ക് ഒന്ന് സൂം ചെയ്യാണ്. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറയുകയാണ്. ഈ ഒരു ട്രെൻഡിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡിൻ്റെ ഈ ഏരിയയിലേക്ക് വരുമ്പോഴെല്ലാം സ്റ്റോക്ക് വളരെ ഹൈലി മൊമെൻറ്റമായിട്ട് മുകളിലേക്ക് പോകാറുണ്ട്. അതിപ്പോൾ അത് വരച്ച് കാണിക്കാം, ജസ്റ്റ് ഒരു ബ്രഷ് എടുത്ത് വരച്ച് കാണിക്കാം. ഓക്കെ, ഈ ഒരു ട്രെൻഡിലേക്ക് വരുമ്പോഴെല്ലാം സ്റ്റോക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ മൊമെൻറ്റം കൊടുത്തു. ഈ ഏരിയയിൽ വന്നപ്പോൾ നല്ല രീതിയിലൊരു ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ നോക്കുക വളരെ സ്ട്രോങ് മൊമെൻറ്റം ആയിരുന്നു കൊടുത്തിരുന്നത്. ഇതുകൊണ്ട് ഇവിടെ വീണ്ടും വന്നപ്പോഴും ഒരു നല്ല രീതിയിലൊരു സ്ട്രോങ് മൊമെൻറ്റം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ശേഷം ഇവിടെ വന്നപ്പോഴും ചെറിയൊരു കൺസോളേഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും അവർ മൊമെൻറ്റം മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്തു. ഫൈനലി ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് ഈ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു സ്റ്റോക്ക്. ഇവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 മാസം ഒരു കൺസോളേഷൻ നടന്നിരുന്നത്. അതായത് ഈ ഒരു കാൻഡിൽസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഡോജി കാൻഡിൽസ് ആണ്, അതായത് ബയേഴ്സും ഫയേഴ്സും തമ്മിലുള്ള ഫൈറ്റാണ് ഇവിടെ നടന്നത്. ഇൻഡിസിഷൻ കാൻഡിൽസ് ആണ്, അതായത് നമുക്ക് വ്യക്തമായ ഒരു വിന്നർ നമുക്ക് ഇവിടെ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കത്തില്ല. വ്യക്തമായ ഒരു വിന്നർ ഈ ഏരിയയിലില്ല. ബയേഴ്സും അവിടെ നിന്ന് സെല്ലേഴ്സും ഈക്വലി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് മുകളിലേക്ക് പോയതിനു ശേഷം മിഡിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്യുന്നത്, അതായത് ഡോജി എന്നുള്ള ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് താഴേക്ക് പോയതിനു ശേഷം മിഡിലാണ് ക്ലോസ് കൊടുത്തിരുന്നത്. ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് മന്തിൽ ക്യാൻഡിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഡോജി തന്നെയാണ്. അതിനുശേഷം ലാസ്റ്റ് മന്തിൽ, അതായത് ഇപ്പോൾ ഇത് ഓഗസ്റ്റ് അല്ലേ, ഓക്കെ, സെപ്റ്റംബർ മന്തിൽ ജൂലൈ മന്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഏരിയയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് കൊടുത്തിരുന്നത്. അതായത് ബയേഴ്സ് ഫൈനലി ഈ ഒരു ഫൈറ്റിൽ വിൻ ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ ഈ ഒരു ഡ്രോയിങ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, വീണ്ടും ആ ട്രെൻഡ് ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ട്രെൻഡ് ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. താഴെ ട്രെൻഡ് ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാൻ സാധിക്കുകയാണ്. ഈ ഒരു കോൺസ്റ്റൻറ്റ് ഫൈറ്റിന് ശേഷം ബയേഴ്സ് ഈ ഏരിയയ്ക്ക് മുകളിലായിട്ട് സ്ട്രോങ് ആയിട്ട് ക്ലോസ് കൊടുത്തിരുന്നു. വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമാണ്. വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ കൺസോളിഡേഷന് ശേഷം സ്റ്റോക്ക് മുകളിലായിട്ട് ക്ലോസ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിട്ട് സ്ട്രോങ് ആയിട്ട് ലാസ്റ്റ് വീക്ക് സ്ട്രോങ് ആയിട്ട് ക്ലോസ് കൊടുത്തിരിക്കുകയാണ്. മന്ത്ലിയിലും സ്ട്രോങ് ക്ലോസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ ഒരു വീക്കിൽ നല്ല രീതിയിൽ ക്ലോസ് കൊടുത്തിരുന്നു. വരുന്ന ദിവസങ്ങളിൽ സ്റ്റോക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു മേ ബി ഇവിടെ റീട്രേസ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇവിടെ നിന്നായിരിക്കും മുകളിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു റീട്രേസ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എൻട്രി ആയിരിക്കും. കാരണം ഇവിടുന്ന് ഒരു എൻട്രി ലഭിക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് എൻട്രി ആയിരിക്കും. അങ്ങനെ എൻട്രി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നുകിൽ ഈ ഒരു സ്ട്രോങ് ആയിട്ട് വരുന്നുള്ള ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ താഴെ നിൽക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ ഇതെല്ലാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ താഴെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരുന്ന ദിവസങ്ങൾ എൻട്രി, അതായത് മൺഡേ തന്നെ എൻട്രി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇട്ടതിന് ശേഷം ബാക്കി ഹാഫ് ക്വാണ്ടിറ്റി റീട്രേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് എൻട്രി ചെയ്യാം. സപ്പോസ് റീട്രേസ്മെൻറ്റ് കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് മുകളിലേക്ക് പോകണമെങ്കിലും എൻട്രി മിസ്സായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു റിസ്ക് റിവാർഡ് ലഭിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഗ്രാഫ് വെച്ച് ഈ ഒരു ടൂൾ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് ടാർജറ്റ് ഒരു 1:X, ഓക്കെ, മുകളിലേക്ക് ടാർജറ്റ് ഒരു 16% മുകളിലേക്ക് ടാർജറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. താഴേക്ക് സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെങ്കിൽ ഒരു 5 to 6% വരെ, അതായത് 2.1:3 അടുത്ത് വരെ നമുക്ക് റിസ്ക് റിവാർഡ് ലഭിക്കാൻ ചാൻസ് ഉള്ളൊരു സ്റ്റോക്കായിട്ടാണ് തോന്നുന്നത്. ഇത് വീക്കൽ ടൈമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീക്കൽ ടൈമിൽ നോക്കുകയാണെങ്കിൽ ടാർജറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്കൗട്ട് കൊടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. വരുന്ന ഒരു 4 to 5 months ഇത് മുകളിലേക്ക് ബ്രേക്കൗട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. വേറെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂസുകളൊന്നും വന്നില്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോകാനാണ് ചാൻസുകൾ കൂടുതലുണ്ട്. ഈ സ്റ്റോക്ക് നിങ്ങളുടെ വാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുക. മുകളിലേക്ക് ഒരു മൊമെൻറ്റം വരുമ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് ബ്രേക്കൗട്ട് കൊടുത്ത് പോകാനുള്ള ചാൻസുകൾ അധികമായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല ഇവിടെ ഓൾറെഡി ഈ ഒരു ഏരിയ 1, 1, 1,
2, 3, 4 ടൈംസ് ഓൾറെഡി ഇവിടെ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ സ്ട്രെങ്ത് കുറഞ്ഞു വന്നിരിക്കുകയാണ്. സോ മേ ബി ഇവിടെ വന്നതിന് ശേഷം കൺസോളിഡേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് തന്നെ പോകാൻ ചാൻസുകളുണ്ട്. സോ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റാവുന്ന ആ ഒരു റേഞ്ചിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിനെ പറ്റി അപ്ഡേറ്റ് കഴിഞ്ഞ ലാസ്റ്റ് വീക്കെൻഡിൽ തന്നെ, അതായത് വെള്ളിയാഴ്ച തന്നെ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു. നമുക്ക് വേണമെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.